ജനങ്ങളാണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ UDF അധികാരത്തിലേറും എന്നുള്ളത് ഉറപ്പാണ്. അവർക്ക് ഡീൽ മാത്രമേ ഉള്ളൂ. LDF പറയുന്നത് എന്താ? LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കുന്നത് ഡീലല്ലാതെ മറ്റെന്താണ് അവർക്കുള്ളത്? വളരെ അനുകൂലമായ പ്രതികരണമാണുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും പോയാലും എവിടെ ചെന്നാലും UDFന് വളരെ അനുകൂലമായ പ്രതികരണമാണ് കേരളം ഒട്ടാകെ ഉള്ളത്. ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് UDFന്റെ തൃപ്പൂണിത്തറയിലെ UDFന്റെ സ്ഥാനാർത്ഥി ദീപക് ജോയ്ക്ക് വോട്ട് ചോദിച്ച് വന്നതാണ് ഇവിടെ. ഈ ഡീൽ വിവാദമൊക്കെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ തൃപ്പൂണിത്തറ കുന്നത്തനാട് ഉൾപ്പെടെ എറണാകുളം ജില്ലയിൽ ഈ വിവാദം UDF വലിയ രീതിയിൽ കത്തിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിന് മറുപടി LDFന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അത് പ്രതിഫലിക്കുമോ? അത് വോട്ടായി മറുപടി വരുന്നുണ്ടോ? കേരളത്തിൽ 10 വർഷത്തെ ദുർഭരണം, സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ UDF അധികാരത്തിലേറും എന്നുള്ളത് ഉറപ്പാണ്. അവർക്ക് ഡീൽ മാത്രമേ ഉള്ളൂ. LDF പറയുന്നത് എന്താ? LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കുന്നത് ഡീലല്ലാതെ മറ്റെന്താണ് അവർക്കുള്ളത്? അങ്ങനെ പറയുന്നു, മറ്റാരുണ്ട് എന്ന് പറയുന്നത് മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ സാധാരണ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഏത് മണ്ഡലത്തിൽ പോയാലും കാണാൻ പ്രതിഫലിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഒരു മാറ്റം. ഡീൽ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് UDF ആണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ അദ്ദേഹം ഗോൾവാർക്കറിനെ വണങ്ങുന്ന ചിത്രം ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ തിരിച്ചടിക്കുന്ന കാഴ്ച കണ്ടു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അതിനൊരു വ്യക്തമായ മറുപടി കൊടുക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ വിവാദം ബാധിക്കും. നിങ്ങൾ ഈ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്കത് തീരുമാനിക്കാം. അതിൽ ഞാൻ കൂടുതൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. യാത്ര ചെയ്ത് പോവാണല്ലോ, അപ്പം പിതാവിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ മെട്രോ സ്റ്റേഷനിൽ ഇവിടെ വന്നൊരു പ്രചാരണത്തിന് വരാൻ സാധിച്ചത്. അത് ദീപകിന് വേണ്ടി അവർ പറഞ്ഞതനുസരിച്ചാണ് വന്നത്. അപ്പയുടെ വികസനത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു വികസനത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വികസനവും കരുതലും തന്നെയായിരുന്നു മുഖമുദ്ര. മെട്രോയെ പറ്റി പറയുകയാണെങ്കിൽ കല്ലിട്ട് അതിൻ്റെ ട്രയൽ റൺ വരെ നടത്തി. പക്ഷേ അപ്പോൾ പിന്നെ ഭരണം മാറിയത് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അവിടെ വന്ന് ഇത്രയും ആ സ്ഥലത്ത് തന്നെ വന്ന് അപ്പയുടെ പ്രിയ ശിഷ്യന് വേണ്ടി ദീപക് എന്ന് പറയുമ്പോൾ അപ്പ വളരെ കൊച്ചിയിൽ വന്നാൽ എപ്പോഴും ദീപക് കൂടെ കാണും. വളരെ സ്നേഹത്തോടെ കൊണ്ട് നടന്നതാണ്. ദീപകിന് വേണ്ടി വോട്ട് ചോദിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.